ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ കേരളത്തിലെ അന്തരീക്ഷം മാറും. കവലകളിലെ പ്രസംഗങ്ങൾ, വാഗ്ദാനങ്ങളുടെ പെരുമഴ, പിന്നെ സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. ഏത് മുന്നണിയോട് ചോദിച്ചാലും പറയും, ഇത്തവണ ഞങ്ങൾ 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. എന്നാൽ രാഷ്ട്രീയക്കാരുടെ ഈ അവകാശവാദങ്ങൾക്കും വൈകാരിക പ്രസംഗങ്ങൾക്കും അപ്പുറം വോട്ടിംഗ് യന്ത്രങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില നിശബ്ദമായ കണക്കുകളുണ്ട്. ആ കണക്കുകൾക്ക് വികാരങ്ങളില്ല, പക്ഷാപാതങ്ങളില്ല. അവിടെ അക്കങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അമിതാഭ് തിവാരി നേതൃത്വം നൽകുന്ന വോട്ട് വൈബ് എന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് ഏജൻസി പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റ പാറ്റേണുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ബോംബാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. ഈ വോട്ട് വൈബിൻ്റെ കണക്കുകളെ വെറുതെ തള്ളിക്കളയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. കാരണം അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. 2021 കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും പലരും കരുതിയപ്പോൾ 40,000-ലധികം സാമ്പിളുകൾ വച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF ഭരണ തുടർച്ച നേടുമെന്ന് അക്കമിട്ട് പ്രവചിച്ചത് ഇവരായിരുന്നു. അതുമാത്രമല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിക്കുമെന്നും 19 സീറ്റുകൾ UDF നേടുമെന്നും അവർ കൃത്യമായി പ്രവചിച്ചിരുന്നു. ഇന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതേ വോട്ട് വൈബിൻ്റെ ഡാറ്റാബേസ് കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യം എറിയുന്നു. അതായത്, സംസ്ഥാനത്തെ 140 സീറ്റുകളിൽ 35% തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഫലം നിർണ്ണയിക്കപ്പെട്ടവയാണെങ്കിലോ? അവിടെ മത്സരം വെറുമൊരു പ്രഹസനം മാത്രമാണെങ്കിലോ? ജനാധിപത്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വോട്ടർമാർ ഒരു പ്രത്യേക പാർട്ടിയോട് കാണിക്കുന്ന കൂറ് അന്ധമാണ്. 2008 കേരളത്തിലെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെട്ടു. അതിനുശേഷം 2011, 2016, 2021 എന്നിങ്ങനെ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ 3 തിരഞ്ഞെടുപ്പുകളിലെയും പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ഒരു പാറ്റേൺ തെളിഞ്ഞു വന്നു. കേരളത്തിലെ 140 സീറ്റുകളിൽ 51 LDFൻ്റെ ഉരുക്കുകോട്ടകളാണ്. കഴിഞ്ഞ 3 തവണയും എന്ത് പ്രതിസന്ധി വന്നിട്ടും ഈ 51 സീറ്റുകൾ ഇടതുപക്ഷത്തെ കൈവിട്ടിട്ടില്ല. ഇതിൽ 39 CPMൻ്റെയും 12 CPIയുടെയും പോക്കറ്റിലാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാജിക് നമ്പറായ 71 എത്താൻ LDFന് വേണ്ടത് വെറും 20 സീറ്റുകൾ കൂടി മാത്രം. ഈ 51 കോട്ടകൾ ഭൂരിഭാഗവും വടക്ക് കണ്ണൂരിലും തെക്ക് ആലപ്പുഴയിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി UDFൻ്റെ കണക്കെടുക്കാം. വോട്ട് വൈബിൻ്റെ ഡാറ്റ പ്രകാരം UDFന് ഉറച്ച സ്വാധീനമുള്ള, ഒരു കാലത്തും കൈവിട്ട് പോകാത്ത സീറ്റുകളുടെ എണ്ണം വെറും 26. ഈ 26-ൽ സിംഹഭാഗവും, അതായത് 16 സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റെ സ്വന്തമാണ്, പ്രധാനമായും മലബാർ മേഖലയിൽ. ബാക്കിയുള്ളവ 12 സീറ്റുകളാണ് കോൺഗ്രസിൻ്റെ സ്ഥിരം കോട്ടകൾ. ഒരു കാര്യം കൂടി ഇതിനിടയിൽ എടുത്തു പറയണം. കേരള കോൺഗ്രസുകളുടെ പിളർപ്പുകൾ ഈ കണക്കുകളെ പലപ്പോഴും സങ്കീർണമാക്കുന്നുണ്ട് എന്ന കാര്യം. ഈ ചുരുക്കത്തിൽ 51 ഉറച്ച സീറ്റുകളുമായി ട്രാക്കിലിറങ്ങുന്ന LDFും 26 സീറ്റുകളുമായി ഇറങ്ങുന്ന UDFും തമ്മിലാണ് മത്സരം. ഇവിടെയാണ് സർവേ മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുത്തുന്നത്. വടക്കൻ കേരളവും മധ്യ കേരളവും ഇരു മുന്നണികൾക്കും ഭാഗിച്ചു കൊടുത്താൽ പിന്നെ ജനവിധി നിർണ്ണയിക്കുന്നത് തെക്കൻ കേരളമാണ്. ഒരു മുന്നണിയോടും സ്ഥിരമായ കൂറ് കാണിക്കാത്ത, കാറ്റിൻ്റെ ഗതി നോക്കി വോട്ട് ചെയ്യുന്ന തെക്കൻ കേരളത്തിലെ ആ സ്വിംഗ് വോട്ടുകൾ. കണക്കുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പക്ഷേ ഡാറ്റാ സയൻസിൽ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ്. ഉറച്ച കോട്ടകളിൽ വിള്ളൽ വീഴാൻ ഒരൊറ്റ വിമതൻ മതി. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സസ്പെൻസുകൾ ഒളിച്ചിരിക്കുന്നത്. സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില മണ്ഡലങ്ങളിലേക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാം. ആദ്യത്തെ ഡാറ്റാ പോയിൻ്റ് കൊട്ടാരക്കരയാണ്. CPMൻ്റെ സിറ്റിംഗ് MLA ആയിരുന്ന, പാർട്ടിയുടെ ജനപ്രിയ മുഖമായിരുന്ന ഐഷ പോറ്റി ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ്. UDF ക്യാമ്പ് കരുതിയത് കൊട്ടാരക്കരയിലെ മുഴുവൻ ഇടതു വോട്ടുകളും പോറ്റിക്കൊപ്പം പോരുമെന്നാണ്. എന്നാൽ സർവേയിലെ സബ് ഡാറ്റകൾ പറയുന്നത് മറ്റൊന്നാണ്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് അടിതെറ്റുന്നു. ഒരു കേഡർ പാർട്ടിയിലെ വോട്ടർമാർ വ്യക്തിയേക്കാൾ ഉപരി ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഈ ഡാറ്റ കൃത്യമായി തെളിയിക്കുന്നു. പാർട്ടി മാറിയപ്പോൾ പോറ്റിക്ക് ലഭിച്ചിരുന്ന വലിയൊരു ശതമാനം വ്യക്തിഗത വോട്ടുകൾ കൊഴിഞ്ഞു പോയെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ കൂടുമാറ്റം UDFന് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം. എന്നാൽ CPM
സന്തോഷിക്കാൻ വരട്ടെ. കാരണം അവരുടെ കോട്ടകളായ പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും ഡാറ്റ ഇററുകൾ സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ സാക്ഷാൽ ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മുൻ CPM നേതാവ് വി കുഞ്ഞികൃഷ്ണനും. ചരിത്രം പരിശോധിച്ചാൽ 2012 CPM വിട്ട് നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി R സെൽവരാജിൻ്റെ വിജയവും 2019 അരൂരിലെ ഇടതുകോട്ട തകർത്ത ഷാനിമോൾ ഉസ്മാൻ്റെ വിജയവും വോട്ട് വൈബ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ 39 എന്ന CPMൻ്റെ കോട്ടകളിൽ എത്ര എണ്ണം ഈ വിമതർ കാരണം തകർന്നു വീഴുമെന്ന് സർവേ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം പാർട്ടിയുടെ കേഡർ സംവിധാനത്തെ തകർക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ലെന്നും സർവേ കരുതുന്നുണ്ട്. UDFൻ്റെ ഉറച്ച കോട്ടകളിലും ഇത്തവണ ഡാറ്റ ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്. കണ്ണൂരിലെ UDF കോട്ടയായ പേരാവൂർ, അവിടെ കോൺഗ്രസ് സംസ്ഥാന നേതാവും സിറ്റിംഗ് MLAയുമായ സണ്ണി ജോസഫിനെതിരെ LDF ഇറക്കിയിരിക്കുന്നത് മുൻ മന്ത്രി KK ശൈലജയാണ്. വ്യക്തിപ്രഭാവം കൊണ്ട് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ തന്നെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള പോരാട്ടമാണിത്. അടുത്തത് പാലക്കാട്. അവിടെ കണക്കുകളല്ല, വൈകാരികതയാണ് മുൻപന്തിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ സൃഷ്ടിച്ച വിള്ളലുകൾ ചെറുതല്ല. അവിടെ BJPയുടെ കരുത്തിറ്റ നേതാവ് ശോഭാ സുരേന്ദ്രനും ഒപ്പം ശക്തനായ LDF സ്ഥാനാർത്ഥിയും കൂടി എത്തുമ്പോൾ പാലക്കാട്ടെ ഡാറ്റകൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാറുകയാണ്. ഇതിനെല്ലാം പുറമെ CPIയുടെ 12 സീറ്റുകളിൽ ചുരുങ്ങിയത് 3 എണ്ണത്തിലെങ്കിലും ഇത്തവണ താമര വിരിയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും സർവേ നൽകുന്നു. ഇത് BJP കേരളത്തിലുണ്ടാക്കുന്ന വലിയൊരു ഡാറ്റ ഷിഫ്റ്റിൻ്റെ സൂചനയാണ്. സർവേ റിപ്പോർട്ട് നൽകുന്ന ഏറ്റവും വലിയ കൗതുകം ഇതാണ്. സാധാരണഗതിയിൽ 10 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ സിറ്റിംഗ് MLAമാരെ നിലനിർത്തിക്കൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തെ ജനപ്രീതിയാക്കി മാറ്റാൻ LDF നടത്തിയ മൈക്രോ മാനേജ്മെൻറ്റ് ഡാറ്റകളിൽ വ്യക്തമായി കാണാം. 51 സീറ്റുകളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് LDF 3ാം ഊഴം സ്വപ്നം കാണുമ്പോൾ വെറും 26 സീറ്റുകളുടെ ബേസ് ക്യാമ്പിൽ നിന്നാണ് UDFന് തങ്ങളുടെ യുദ്ധം തുടങ്ങേണ്ടത്. മുൻകാല വോട്ടിംഗ് പാറ്റേണുകൾ ശരിവച്ചാൽ 35% സീറ്റുകളിൽ ഇപ്പോഴേ LDF വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ അക്കങ്ങൾ മനുഷ്യരല്ല. വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്തുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റുകളല്ല, സാധാരണക്കാരായ ജനങ്ങളാണ്. കൊട്ടാരക്കരയിലെ പോറ്റിയും അമ്പലപ്പുഴയിലെ സുധാകരനും പാലക്കാട്ടെ വിവാദങ്ങളും ഈ കണക്കുകളെ അട്ടിമറിക്കുമോ? അതോ വോട്ട് വൈബിൻ്റെ അൽഗോരിതങ്ങൾ വീണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൃത്യമായി പ്രവചിക്കുമോ? അതിൻ്റെ ഉത്തരം ഏപ്രിൽ 9-ാം തീയതി ആ വോട്ടിംഗ് യന്ത്രങ്ങൾക്കുള്ളിൽ ഭദ്രമായി ഉറക്കം തുടങ്ങും. മെയ് മാസത്തിലെ വോട്ടെണ്ണൽ ദിനത്തിൽ ആ ഡാറ്റ പുറത്തു വരും. അതുവരെ നമുക്ക് കണക്കുകൾ വച്ച് കളി തുടരാം.